നമസ്കാരം. തന്ത്ര ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന വീഡിയോ സീരീസിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു താന്ത്രിക് കൾട്ടിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഉഗ്രരൂപികളായിട്ടുള്ള ശൈവ സമ്പ്രദായകർ അല്ലെങ്കിൽ ഉഗ്രരൂപികളായിട്ടുള്ള ഉഗ്രോപാസനകളൊക്കെ ഉണ്ടായിരുന്ന ശൈവരുണ്ടായിരുന്ന രണ്ട് മതങ്ങളാണ് കാപാലിക ശൈവിസവും രണ്ടാമത്തേത് കാലമുഖ ശൈവിസവും, ബ്ലാക്ക് ഫേസ്ഡ് ശൈവേറ്റുകളും അതുപോലെ തന്നെ കപാലധാരികളായിരിക്കുന്ന കാപാലിക ശൈവിസവും. അപ്പം ഇന്ന് നമ്മൾ അഘോരികളായിട്ട് കാണുന്ന പലരും, അതുപോലെ തന്നെ നമ്മൾ കുംഭമേളയ്ക്കൊക്കെ പോകുന്ന സമയത്ത് പല സമ്പ്രദായത്തിൻ്റെ അഘാടികളായിട്ട് വരുന്നവരും, ചില സമ്പ്രദായത്തിലെ നാഥന്മാരായിട്ട് നമ്മളിന്ന് കാണുന്നവരും, ശൈവ തന്ത്രധർമ്മത്തിൻ്റെ ഉഗ്രരൂപമായിട്ടുള്ള താന്ത്രിക പരിവർത്തനമാണ് ഇന്ന് കാണുന്ന അഘോരികളും എല്ലാം. അല്ലെങ്കിൽ സമ്പ്രദായ കാലാന്തര പരിവർത്തനമായിട്ട് മാറിയ കാലമുഖ ശൈവസവും കപാലിക ശൈവസത്തിൻ്റെയും വാക്യപത്രമാണ്. അപ്പം നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സിദ്ധാന്ത പ്രതിപാദമായിട്ട് ഈ കാലമുഖ ശൈവസവും അതായത് കാപാലിക ശൈവസത്തിലും പറയുന്ന കാര്യങ്ങൾ മറ്റ് പല സമ്പ്രദായങ്ങളിലും അതിൻ്റെ ചിഹ്നങ്ങൾ കാണുന്നു എന്നുള്ളതല്ലാതെ ഇന്ന് ഈ രണ്ട് മതങ്ങളുടെയും അസ്തിത്വം തന്നെ ഇല്ലാതായിപ്പോയി എന്നുള്ളത് ആണ് സത്യം. അത് കാലത്തിൻ്റെ നിയോഗമായിരിക്കും. ഓരോ കാലഘട്ടം കഴിയുമ്പം പുതിയ പുതിയ ആചാര്യന്മാർ, തപസ്വികൾ വന്ന് ആചാരാനുഷ്ഠാനങ്ങളുടെ രീതി മാറ്റുമല്ലോ. ഇപ്പം ശങ്കരാചാര്യർക്ക് മുമ്പേ ഉണ്ടായിരുന്നത് ആചാരങ്ങൾ ഇന്ന് പക്ഷേ എല്ലാവരും അങ്ങ് പൂർവാചാരത്തിലെ എടുത്ത് മാറ്റി അങ്ങ് പുതിയ ആചാരമാക്കും. അങ്ങനെയല്ല, പൂർവാചാരത്തെ മാറ്റി പുതിയൊരു ആചാരം സ്ഥാപിക്കണമെങ്കിൽ പൂർവാചാരം സ്ഥാപിച്ചവരെ പോലെ തന്നെ തപസ്വികളായിട്ടുള്ള ആൾക്കാർക്ക് അത് മാറ്റി സ്ഥാപിക്കാൻ പറ്റും. ഇപ്പോൾ ശങ്കരാചാര്യ പോലുള്ളവർക്ക് വേണമെങ്കിൽ അത് പൂർവാചാരത്തെ മാറ്റി പുതിയൊരു ആചാരം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. തപസ്വികളായിരിക്കണം, തപസ്സാണ് പ്രധാനം. അപ്പം അങ്ങനെ മാറ്റപ്പെട്ട കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മാറിപ്പോയ മാറ്റങ്ങൾക്ക് വിധേയമായ രണ്ട് കൾട്ടാണ് കാലമുഖ ശൈവസവും അതുപോലെ കാപാലിക ശൈവസവും. ഈ രണ്ട് ശൈവസങ്ങളും അനേക ശിവസമ്പ്രദായങ്ങളും വിവിധ ശാസ്ത്രഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഐതിഹാസികങ്ങളായിട്ടുള്ള ശിലാശാസനകളിലും കാണാം നമുക്ക്. കാലമുഖ ശൈവ സിദ്ധാന്തവും അതുപോലെ തന്നെ കാപാലിക ശൈവ സിദ്ധാന്തവും പൂർണ്ണമായും താന്ത്രികമാണ്. ഭഗവാന്റെ കിഴക്കോട്ടുള്ള മുഖമായിട്ടുള്ള തൽപുരുഷ മുഖത്തിൽ നിന്നുമാണ് കാലമുഖ ശൈവിസം ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാശുപത ശൈവിസം എന്ന് പറയുന്നത് കാലമുഖ സമ്പ്രദായത്തിൽ നിന്ന് വന്നതാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ചില ആചാര്യന്മാർ പറയുന്നുണ്ട്, ചില സ്കോളേഴ്സ് പറയുന്നുണ്ട് പാശുപതത്തിൽ നിന്നുമാണ് കാലമുഖ ശൈവിസം ഉണ്ടാവുന്നത് എന്ന്. പാശുപത തന്ത്രം എന്ന് പറയുന്നത് തൽപുരുഷ മുഖത്തു നിന്ന് വന്ന ആദിമാർഗ സമ്പ്രദായമാണെന്ന് ഞാൻ പാശുപത ശൈവിസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കാപാലിക ശൈവിസം മൂന്നായിട്ട് തിരിയും. ആസ് പെർ നേത്രതന്ത്രത്തിൽ പറയുന്ന പ്രകാരം തമ്പുരു ശിവപദ്ധതി സദാശിവ ഭഗവാന്റെ കീഴിൽ വരുന്നത്, അതുപോലെ തന്നെ ഭൈരവ ആയിട്ട് കീഴിൽ വരുന്നത്. ഇത് മൂന്നിൻ്റെ കീഴിലായിട്ട് തന്ത്രം, വാമം, സിദ്ധാന്തം എന്നിങ്ങനെ തിരിയും. ഈ ഭൈരവതന്ത്രങ്ങളെ നാലായിട്ട് തരംതിരിക്കും. ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് പിന്നീട് ക്രമസമ്പ്രദായമൊക്കെ പഠിക്കുമ്പം ഓർത്തിരിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തേത് മന്ത്രപീഠം, രണ്ടാമത്തേത് വിദ്യാപീഠം, മൂന്നാമത്തേത് മുദ്രാപീഠം, നാലാമത്തേത് മണ്ഡലപീഠം. ഇതിൽ മന്ത്രപീഠവും വിദ്യാപീഠവുമാണ് വളരെ പ്രശസ്തമായിട്ടുള്ളത്. മുദ്രാപീഠവും മണ്ഡലപീഠവും അത്ര അങ്ങനെ പ്രശസ്തമായിട്ട് കണ്ടിട്ടില്ല ഉപാസനാ സമ്പ്രദായത്തിൽ, പക്ഷെ എന്നാലും അത് വരുന്നുണ്ട്. അതിലും മന്ത്രപീഠത്തിൽ പ്രധാനമായിട്ടും അതിദേവതയായിട്ട് വരുന്ന സ്വച്ഛന്ദ ഭൈരവനും അഘോരേശ്വരിയുമാണ്. അപ്പം അവരാണ് ഇതിൻ്റെ അതിദേവത. അപ്പോൾ അതിൻ്റെ കീഴിലായിട്ട് അഷ്ടഭൈരവ ഗ്രന്ഥങ്ങളുണ്ട്. അഷ്ടഭൈരവ ഗ്രന്ഥം എന്ന് പറയുന്നത് സ്വച്ഛന്ദ, ഉന്മത്ത, അസിതാംഗ, രുരു, ചണ്ഡ, ക്രോധ, ജങ്കര, കപാലീശ ഭൈരവ, ഇങ്ങനെ അഷ്ടഭൈരവന്മാർ. സ്വച്ഛന്ദ ഭൈരവ, ഉന്മത്ത ഭൈരവ, അസിതാംഗ ഭൈരവ, രുരു ഭൈരവ, ചണ്ഡ ഭൈരവ, ക്രോധ ഭൈരവ, ജങ്കര ഭൈരവ, കപാലീശ ഭൈരവ. ഇതുപോലെ തന്നെ വേറൊരു അഭിപ്രായം കൂടെ ഉണ്ട്, അതുകൂടെ ഞാനിവിടെ പറയാം. സ്വച്ഛന്ദ ഭൈരവ, ക്രോധ ഭൈരവ, ഉന്മത്ത ഭൈരവ, ഉഗ്രഭൈരവ, കപാലി, ദണ്ഡകാര ഭൈരവ, ശേഖര ഭൈരവ, വിജയ ഭൈരവ തുടങ്ങിയിട്ടുള്ള ഇത്രയും പേരിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഭൈരവതന്ത്രങ്ങൾ. ഇവ കൂടാതെ 8 യാമളങ്ങളും ഉണ്ട്. ആ യാമളങ്ങളെ രുദ്രയാമളമെന്നും കന്ദയാമളമെന്നും
ബ്രഹ്മയാമളമെന്നും വിഷ്ണുയാമളമെന്നും യമയാമളമെന്നും വായുയാമളമെന്നും കുബേരയാമളമെന്നും ഇന്ദ്രയാമളമെന്നും ഒക്കെ പറയുന്നു. ഇതിൻ്റെ താഴെയായിട്ട് ഈ അഷ്ടഭൈരവ സമ്പ്രദായത്തിന് താഴെയായിട്ട് കപാലീശ ഭൈരവൻ എന്ന് പറഞ്ഞ ഭൈരവന്റെ തന്ത്രം വരുന്നുണ്ട്. ഈ കപാലീശ ഭൈരവ തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കപാലിക ശൈവിസം എന്ന ശൈവിസം പറയുന്നത്. ഈ കാപാലിക ശൈവിസത്തിൻ്റെ ഒരു രീതികളാണ് അഘോരികൾക്ക് നമ്മൾ ഇന്ന് കാണുന്ന അഘോരി സമ്പ്രദായത്തിലും ചില നാദ സമ്പ്രദായത്തിലും ഒക്കെ നമുക്കത് കാണാൻ കഴിയും. ഇവരുടെ ചിഹ്നം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കപാലം ധരിച്ച് പാനപാത്രമായിട്ട്, സഹസ്രാര പ്രതീകമാണ് കപാലം. അപ്പോൾ അത് തിരിച്ചു വെച്ച് സഹസ്രാരത്തിൽ നിന്നുള്ള അമൃതവർഷമായിട്ട് തന്നെ, അതായത് സോമമായിട്ട് തന്നെ എന്ത് കഴിച്ചാലും അത് അമൃതവർഷമാണ്, ഡിവൈൻ ഇലിക്സർ എന്നുള്ള സങ്കല്പത്തിൽ അതിൽ നിന്നുള്ള ഗംഗയായിട്ട് സങ്കല്പിച്ചാണ് ഒരു കപാലം എല്ലാം കഴിക്കുന്ന അതിനകത്തൂടെ ആയിരിക്കും. കപാലം ധരിക്കുക, അതുപോലെ തന്നെ ശ്മശാനവാസിയായിട്ട് ഇരിക്കുക, അതായത് നീളം കൂടിയ ജട വളർത്തി മുന്നോട്ട് പോവുക, ശ്മശാന ഭസ്മം ധരിക്കുക, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില എല്ലുകളും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാലകൾ ഒക്കെ ധരിക്കുക, അതേപോലെ തന്നെ രുദ്രാക്ഷം ധരിക്കുക, അതേപോലെ ഭിക്ഷ എടുക്കുക, ഗാർഹസ്ഥ്യ നിയമങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ രാജ്യ നിയമങ്ങളോ ഒന്നും തന്നെ പാലിക്കാതെ അവർ സ്വയം ശിവനാണെന്ന് ഭാവനയോടുകൂടി കപാല ഭൈരവ തന്ത്ര ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സാധനാ സമ്പ്രദായമാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഈ മതക്കാർ പൊതുവെ താപസന്മാരായിട്ട്, കടുത്ത താപസന്മാരായിട്ടാണ് കാണുന്നത്. ഉള്ളറകളിൽ ഈ കുംഭമേള പോലുള്ള സമയങ്ങളിൽ പുറത്ത് വരുന്നല്ലാതെ ആരും അറിയാതെ ഉള്ള ഏരിയകളിലായിരിക്കും ഈ മതവും ഇതിൻ്റെ ഉപമതങ്ങളായിട്ട് വന്നിട്ടുള്ള ഇന്ന് പറയുന്ന പല സമ്പ്രദായത്തിൽപ്പെട്ടവരും ഇങ്ങനെ വളരെ രഹസ്യമായിട്ടായിരിക്കും അവർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്നതെല്ലാം കപാലത്തിലായിരിക്കും. അതുപോലെ തന്നെ ഒരു വടി എപ്പോഴും ഇവരുടെ കൈ കാണും. ഇവരുടെ ചിഹ്നമായിട്ടൊരു വടി എപ്പോഴും ഇവരുടെ കയ്യിലുണ്ടാവും. സിദ്ധികൾ ധാരാളം കിട്ടുന്ന ഒരുപാട് സമ്പ്രദായങ്ങളിലൂടെ ആയിരിക്കും പോകുന്നത്. ഇവർക്ക് സിദ്ധികൾ ധാരാളം ഉണ്ടാവും. ഈ കാപാലിക മതം തന്നെ രണ്ട് വേർതിരിവുകളുണ്ട്. വേദങ്ങളെ അംഗീകരിക്കുന്ന ബ്രഹ്മവാദികളായിരിക്കുന്ന കാപാലിക സൈദ്ധാന്തികരും അതുപോലെ തന്നെ വേദത്തെ ഒട്ടും അംഗീകരിക്കാത്ത ആൾക്കാരും. ഈ വേദത്തെ അംഗീകരിക്കുന്ന കാപാലിക സൈദ്ധാന്തികന്മാരിൽ നിന്നും പിന്നീട് ജൈനമതം ഈ കാപാലിക ശൈവസുമായിട്ട് ചേർന്നിട്ടാണ് അത്ര ഈ ഋഷഭദേവ ആരാധകരായ ജൈന തീർത്ഥങ്കര ദിഗംബര, ഋഷഭദേവനാണ് അവരുടെ ഫസ്റ്റ് തീർത്ഥങ്കരൻ. അപ്പോൾ ആ ഋഷഭദേവനെ വാസ്തവത്തിൽ ശിവനായിട്ട് തന്നെയാണ് കാണുന്നത്. ബ്രഹ്മവാദികളായിട്ടുള്ള കപാല ശൈവേറ്റുകളിൽ നിന്നുമാണ് പിന്നീട് ജൈന തീർത്ഥങ്കരൻ, ജൈന ദിഗംബര സന്യാസികളുമൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് സ്കോളേഴ്സ് പറയുന്നു. ഭാരതത്തിൻ്റെ മധ്യപ്രദേശ് മുതലും മധ്യഭാഗം മുതൽ ഇങ്ങോട്ട് ഡെക്കാൻ പീഠഭൂമിയിൽ, ഡെക്കാൻ പ്രവിശ്യകളിൽ പൂർണ്ണമായിട്ടും ഈ ഒരു സമ്പ്രദായം ഉള്ളതായിട്ട് പിന്നീട് ഫോക്ലോറുകളെക്കുറിച്ചും കാപാലിക ശൈവസത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻഡോളജിക്കൽ സ്റ്റഡീസിൽ പറയുന്നുണ്ട്. കാരണം ഡെക്കാൻ പ്രവിശ്യ എന്ന് പറയുന്നത് ഇന്നത്തെ മധ്യപ്രദേശിൻ്റെ ചണ്ഡീഗഡ് തുടങ്ങി ഇങ്ങോട്ട് മഹാരാഷ്ട്ര, ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, കർണാടക, കേരളം. അപ്പം ഇത്രയും ഭാവങ്ങളിലെ ഫോക്ലോറുകളിലൂടെ കടന്നു പോകുമ്പം നമുക്ക് കാലമുഖ ശൈവസത്തിൻ്റെ ചിഹ്നങ്ങൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. ഈ കാലമുഖ താന്ത്രികരുടെ മുഖത്തെഴുത്ത്, ഈ മുഖം അവർ കാണിക്കാതെ മുഖത്ത് ഈ ഭസ്മമൊക്കെ പൂശി അവർ ഓരോ ചിഹ്നങ്ങൾ ധരിച്ചായിരിക്കും നടക്കുന്നത്. അപ്പം അത് തീ കൂട്ടിയിട്ട് തീയിൽ ചാടുന്ന ഉഗ്രമായിട്ടുള്ള ആരാധനാ രീതികൾ, അതുപോലെ തന്നെ മദ്യവും ഒക്കെ ഉപയോഗിക്കുന്ന, ദേവന്റെ ഭാവനയിലേക്ക് കയറി നിന്നിട്ട് നമ്മൾ ഈ പറയത്തില്ലേ, നമ്മുടെ ഈ തെയ്യമൊക്കെ സംസാരിക്കുന്ന പോലെ ഇവർ പണ്ട് ഇവരുടെ ആരാധനാ രീതികളിൽ ഇതെല്ലാം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ രാത്രിയിലെ ആരാധനാ രീതികൾ താന്ത്രികതയുടെ മറ്റ് കൾട്ടുകളിലുള്ള പോലെ നിയമങ്ങളൊന്നും പാലിക്കാത്ത ഒരു രീതി, ഇവരുടേതായ ഒരു നിയമങ്ങളും ഒരു രീതിയുണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് ഈ കാപാലിക ശൈവസത്തിലെ പല ടെക്സ്റ്റുകളും നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ആ ടെക്സ്റ്റുകളിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഫോക്ലോറുകളിൽ ധാരാളം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കാപാലിക ശൈവസത്തിൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസസ് നാട്ടാചാരങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും പല ആചാരങ്ങൾക്കും അതിനൊരു അസ്തിത്വമില്ലായിരുന്നു. ഒരു കല്ല് വെച്ച് നമ്മൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചാൽ, അല്ല അപ്പുപ്പാന്നോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അനുഗ്രഹിക്കും. ഇപ്പം ഈശ്വരൻ അങ്ങനെയൊന്നുമില്ല. ആ സമർപ്പണം സത്യമാണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടും.
മനസ്സിലാവുന്നുണ്ടോ? സമർപ്പണം സത്യമാണെങ്കിൽ ഇപ്പം ചെലന്തിയെ ആശ്രയിച്ച് ഈശ്വരനായിട്ട് കണ്ടിട്ട് ഈശ്വരൻ ചെലന്തിയുടെ രൂപത്തിലും കൈയുടെ രൂപത്തിലും ഒക്കെ ഏത് രൂപത്തിലും ഭഗവാന് പ്രത്യക്ഷപ്പെടാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരാധന പിന്നീട് ഇങ്ങനെയൊക്കെ സാധാരണ രീതിയിൽ നിന്നും പിന്നീട് സൈദ്ധാന്തികമായിട്ടുള്ള രീതിക്ക് അടിസ്ഥാനപ്പെടുത്തി ഓരോ ഗുരുക്കന്മാരും ചെയ്തിരുന്ന സമയത്ത് ഓരോ ദേശങ്ങളിലെ ആചാരങ്ങൾ അതിൻ്റേതായ രീതിയിൽ ഒരു പുതുമ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്ന കൂട്ടത്തിൽ ഈ ഡെക്കാൻ പ്രവിശ്യകളിലുള്ള മിക്കിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ കേരളത്തിലുള്ള പല ഭാഗങ്ങളിലും ഈ കാലമുഖ ശൈവസത്തിൻ്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അവിടുത്തെ കൾട്ടുകളിൽ ഇന്ന് ദ്രാവിഡാചാരം എന്ന് പറയുന്ന ഈ കൾട്ടുകളിൽ തെയ്യത്തിൽ കാണാം. അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലുള്ള ചില തീയൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള ചില ആചാരങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഈ പഞ്ചുരുളി പോലുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ കർണാടക ആ പ്രവേശം മംഗലാപുരം സൈഡിലൊക്കെ അങ്ങോട്ടുള്ള രക്തേശ്വരി കോലങ്ങളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം ഈ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ കാലമുഖ ശൈവസത്തിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഇന്നും ആ അലർച്ചയും മദ്യവും താളവും ഡബരു മുഴക്കുന്ന താളങ്ങളും തീയും ആ തീ കൂട്ടിയിട്ടിട്ടുള്ള പരിപാടികളും പ്രാർത്ഥനയും ഈ താതാത്മ്യം പ്രാപിക്കുമ്പോൾ ദേവത ഗോഡ് കോൺഷ്യസ്നെസ്സിലേക്കുള്ള ആ താതാത്മ്യം ആ ഭാവസമാധിയിലേക്ക് ഉണ്ടാവുന്ന ആ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നതുമൊക്കെ ഇന്നും നമുക്ക് ഇതിനകത്തൊക്കെ കാണാം. അപ്പോൾ ഇതെല്ലാം ഈ കാപാലിക ശൈവസത്തിൻ്റെയും കാലമുഖ ശൈവസത്തിൻ്റെയും ഉഗ്രരൂപങ്ങളായിരുന്നു. അതിൻ്റെ ചിഹ്നങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ ഫോക്ലോറുകളിലും കാണാം. ഇപ്പം ഫോക്ലോറുകളെ കുറിച്ച് പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇത് ദ്രാവിഡമെന്നും ആര്യമെന്നൊന്നും പറഞ്ഞ് തിരിക്കാതെ ഇതൊക്കെ തന്ത്രത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കൾട്ടുകളുടെ ഭാഗമാണ് എന്ന് തിരിക്കും. ആര്യവും ദ്രാവിഡവും എന്നും പറഞ്ഞ് തരംതിരിച്ച് നമ്പൂതിരിയെന്നും നായരെന്നും താഴെയുള്ളവരും അങ്ങനെ തിരിച്ച് സന്യാസമെന്നും അല്ലെങ്കിൽ ആദിമാർഗിയെന്നും ഒക്കെ തരംതിരിച്ച് പൊളിറ്റിക്കലി ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിൽ എത്രയോ നല്ലതാണ്. നമുക്ക് ചുറ്റുപാടുള്ളവർ എന്ത് വിചാരിച്ചിട്ട് അവിടെ പലതും കാണും, സമൂഹത്തിൽ എന്നും ഇതൊക്കെ കാണും. നമുക്ക് ഇതെല്ലാം ഭഗവാൻ മഹാദേവൻ്റെ മുഖത്തു നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണെന്നും അതാത് കാലങ്ങളിൽ നിലനിൽക്കേണ്ടപ്പം നിലനിൽക്കുമെന്നും നശിക്കേണ്ടപ്പം നശിക്കുമെന്നും മാറ്റം വരേണ്ടപ്പം മാറ്റം വരുമെന്നും നമ്മളെക്കാട്ടിലും കൂടുതൽ ഇത് ഉത്ഭവിച്ച മഹാഗുരുവായിട്ടുള്ള സ്വച്ഛന്ത ഭൈരവനായിരിക്കുന്ന ആദി മഹാദേവന് പരാസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അതറിയാമല്ലോ. അപ്പം നമ്മൾ അതിനകത്ത് പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ജാതിയും മതവും ആരാധനാ രീതികളും ഒക്കെ പറഞ്ഞ് ആര്യനിൽ നിന്നും ദ്രാവിഡിൽ നിന്നും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലുള്ള അപകർഷതാബോധത്തെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതിലും നല്ലത് ഈ വിഷയങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് വാസ്തവത്തിൽ ഇതിനെല്ലാം നമുക്ക് എല്ലാവർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. കടന്നു വന്ന കുറേ കാലങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റാണ്. എന്നാൽ പോലും ഇന്ന് ഇതിനെല്ലാം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഈ തമ്മിൽ വഴക്കൊന്നും ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ ഇഷ്ടം പോലെ സാധ്യതകളും ഉണ്ട്. അന്വേഷിച്ചാൽ മാത്രം മതി, അന്വേഷിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. വിരൽ തുമ്പിലുണ്ട് ഇതെല്ലാം. അപ്പം അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ രണ്ട് കാബാലിക ആൻഡ് കാലമുഖ ശൈവസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡേവിഡ് എൻ ലോറൻസൺ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ കാബാലികാസ് ആൻഡ് കാലമുഖാസ് ടു ലോസ്റ്റ് ശൈവൈറ്റ് സെക്ട് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്, അതിൻ്റെ PDF കിട്ടും ആർക്കൈവ്സിൽ. അതേപോലെ തന്നെ ബുക്കും അവൈലബിൾ ആണ്. നല്ലൊരു പുസ്തകമാണ്, മേടിച്ച് വായിച്ചോളൂ. നല്ലൊരു സ്റ്റഡിയാണത്, മേടിച്ച് വായിച്ചോളൂ. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ സമ്പ്രദായങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അഘോര സമ്പ്രദായങ്ങളും നാദസമ്പ്രദായത്തിൽപ്പെട്ടതും ഒക്കെ ഭൗതികപരമായിട്ടുള്ള പല വിഷയങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ സിദ്ധികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പല ഉപാസനകളും അതീവ രഹസ്യമാണ്. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഈ അധ്യാത്മിക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നാദസമ്പ്രദായത്തിലും അതുപോലെ തന്നെ ഈ അഘോര സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ അടുത്തൊക്കെ പോവുകയും നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. കാശിയിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ, തമിഴ്നാടിൻ്റെ ചില സ്ഥലങ്ങളിലുമൊക്കെ. അപ്പോൾ എൻ്റെ ആധ്യാത്മിക സാധന വളരെ ചെറുപ്പത്തിൽ 21 വയസ്സിലാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ ഗുരുനാഥൻ പഠിപ്പിച്ച കേരളീയമായിട്ടുള്ള ആധ്യാത്മിക ആചരണ രീതികളും അതിൻ്റെ ക്രിയകളും അപ്പം അങ്ങനെ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്ത്രവിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പല സമ്പ്രദായങ്ങളിലേക്കും
പോയ സമയത്ത്, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പോയ സമയത്ത് ഈ കാപാലിക സെക്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുള്ള അഘോര സമ്പ്രദായത്തിലേക്കും അതുപോലെ തന്നെ നാദസമ്പ്രദായത്തിലേക്കൊക്കെ അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവരുടെ ഒരു സിദ്ധിയുടെ ഒരു തലം എന്ന് പറയുന്നത്, എനിക്ക് അവരുടെ ഫിലോസഫിക്കൽ തലം ഞാൻ കണ്ടവരുടെ കേട്ടോ, അപ്പോൾ അതിനേക്കാളും ഉള്ളവരുണ്ടാവും. ഫിലോസഫിക്കൽ തലം അത്രയൊന്നുമില്ല. തപസ്സുണ്ടാവും, നമുക്ക് അവരുടെ തപസ് അളക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ഫിലോസഫിക്കൽ തലം തന്ത്രവിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാപാലിക ശൈവസത്തെക്കുറിച്ചോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അതിനൊന്നും ചിലപ്പോൾ ഉത്തരം പറയാനുള്ള ഒരു സെക്കൻഡ് ഓർഡർ ഫിലോസഫിക്കൽ നോളജ് അവർക്കുണ്ടാവില്ല. പക്ഷേ പല തരത്തിലുള്ള സിദ്ധികളും പല തരത്തിലുള്ള മീവഴക്കങ്ങളുണ്ട്. ഞാൻ കണ്ട ആചാര്യനെ, അദ്ദേഹത്തിന് അന്ന് തന്നെ ഒരു 70 വയസ്സുണ്ട്. 70 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യവും മെയ്വഴക്കവും ഈ 37 വയസ്സുള്ള എനിക്കില്ലിപ്പം. അപ്പം അത്രയും യോഗയും അതുപോലുള്ള പല അഭ്യാസങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം എൻ്റെ അനുഭവം പറയാം. എനിക്ക് അന്ന് അവിടെ വെച്ചൊരു കാപ്പി ഇട്ട് തന്നു. ഫ്രണ്ടിൽ എപ്പോഴും തീ കാണും, ഇവർക്ക് തീയുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് വെച്ച് തന്നെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഹോമകുണ്ടത്തിനകത്ത് വെച്ച് തന്നെ ഒരു കാപ്പി ഉണ്ടാക്കി തന്നു. എന്നിട്ട് കാപ്പി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം എന്തോ ഒന്ന് ജപിച്ചാണത് എനിക്ക് തന്നത്. എന്നിട്ട് കുടിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം ഞാനത് കുടിച്ചു നോക്കി. അന്ന് എൻ്റെ കൂടെ രാകേഷ് ജി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കൂടി. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഇനി എവിടെ പോയി ഒരു കാപ്പി കുടിച്ചാൽ ഈ കാപ്പി ഓർമ്മ വരുമെന്ന്. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് കുടിച്ചു. ഇത്രയും രുചിയുള്ള, ഇത്രയും മണമുള്ള, ഇത്രയും ആസ്വദിച്ച് കുടിക്കാൻ കഴിഞ്ഞ ഒരു കാപ്പി ഞാൻ അതിന് മുമ്പും അതിന് ശേഷവും കുടിച്ചിട്ടില്ല. അതിനുശേഷം സ്റ്റാർബക്സ് നമ്മൾ പലയിടത്തും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പം പലയിടത്തുനിന്നും കാപ്പി കുടിച്ചിട്ടുണ്ട്, ഫിൽറ്റർ കോഫി. അതാ പറഞ്ഞ സത്യമാണ്. അപ്പോൾ ഇവരുടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഭൗതിക വിഷയങ്ങളിൽ ഇവരുടെ സിദ്ധികളെന്ന് പറയുന്നത് അസാമാന്യമാണ്. നമുക്ക് അളക്കാൻ കഴിയില്ല. നമ്മുടെ ഈ ലോജിക്ക് വെച്ചോ, നമ്മുടെ സെക്കൻഡ് ഓർഡർ നോളജ് വെച്ചോ, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചോ, നമ്മുടെ രീതികൾ വെച്ചോ ഒന്നും ചിലപ്പം അളക്കാൻ നമുക്ക് കഴിയില്ല. അവർക്ക് ചില ഏരിയകളിൽ നല്ല കഴിവുകളും സിദ്ധികളും ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു വേറൊരു അനുഭവം കൂടി ഞാൻ പറയാം. അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരോടൊക്കെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സിദ്ധികളൊന്നും ഇല്ലെങ്കിലും ഇവരെക്കാട്ടിലും അതിനകത്ത് തന്നെ സിദ്ധികളുള്ളവരും കഠിന തപസ്സുള്ളവരും ഉണ്ട്. അപ്പോൾ അത് വളരെ കുറവാണ്. പക്ഷെ സിദ്ധികളുള്ളവർ, പലതരത്തിലുള്ള സിദ്ധികളുള്ളവർ ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ സിദ്ധികളൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും ഇവരെക്കാട്ടിലും ഈ വളരെ അതിനകത്ത് ഈ സിദ്ധികളൊക്കെ കാണിച്ച ആൾക്കാരെക്കാട്ടിലും കഠിന തപസ്വികളായിട്ടുള്ള ആൾക്കാർ, കഠിന ഉപാസകരായിട്ടുള്ള ആൾക്കാർ ഗൃഹസ്ഥരായിട്ട് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ തപസ്സാണ് മെയിൻ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പൂർവികരായിട്ടുള്ള ആചാര്യന്മാർ പറയുന്ന സിദ്ധിയിൽ പെട്ടുപോകരുത് എന്നുള്ളത്. ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് സാധനയിലുണ്ടാകുന്ന സിദ്ധികളെ പറ്റിയും ഏതൊക്കെ സിദ്ധികൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നതെന്നും ഏതൊക്കെ ആധാരമായിട്ടാണെന്നും ഏതൊക്കെ പഞ്ചഭൂതങ്ങളിൽ എന്തൊക്കെയായിട്ടാണ് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഒരു അനുഭവമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരുപാട് സാധകരുണ്ട് ഈ കൾട്ടിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് സാധകർ, പ്രത്യേകിച്ച് ഇപ്പോൾ അഘോര സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ സമ്പ്രദായത്തിൽ നമ്മളിപ്പോൾ കാണുന്ന അഹാടികളൊക്കെ ശരിക്കും ഈ സമ്പ്രദായത്തിൻ്റെ ഒരുപാട് രഹസ്യങ്ങളായിട്ടുള്ള ഉപാസനാമാർഗങ്ങളെ ഇന്നും ഫോളോ ചെയ്യുന്നവരും ആണ്. അപ്പോൾ അത്യാവശ്യം കാലമുഖ ശൈവസവും കാപാലിക ശൈവസവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പഠിക്കാൻ ഞാൻ പറഞ്ഞ ഡേവിഡ് എൻ ലോറൻസിൻ്റെ ബുക്ക് വാങ്ങിച്ചോളൂ. അതുപോലെ തന്നെ academia.edu ഒരുപാട് പേപ്പറുകൾ പലരും ചെയ്തതൊക്കെ കിടപ്പുണ്ട്. ഒക്കെ എടുത്തു വെച്ച് വായിക്കുക, അന്വേഷിക്കുക. ഈ മേഖലയിൽ ഇനി ഒരുപാട് അന്വേഷണം വേണ്ടതാണ്, ഒരുപാട് ആവശ്യമുള്ള മേഖലയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫോക്ലോറുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാപാലിക ശൈവസത്തിൻ്റെയും കാലമുഖ ശൈവസത്തിൻ്റെയും ഇൻഫ്ലുവൻസും കൂടെ പുതിയ ആൾക്കാർ പഠിക്കേണ്ടതാണ്. അപ്പം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള യാത്രയിൽ ജാതി പറഞ്ഞും ആര്യദ്രാവിഡൻ പറഞ്ഞും ഇതിൽ പറഞ്ഞിട്ടുള്ള അഷ്ടഭൈരവന്മാരെയും അതുപോലെ തന്നെ വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്ന കൃഷ്ണനെയും രാമനെയും എല്ലാം പിടിച്ച് ചാത്തനാക്കുകയും ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം ഓടക്കുഴലിൽ കൈ വെച്ചുകൊണ്ട് ഓടക്കുഴൽ ചാത്തനോ അല്ലെങ്കിൽ വടി കൈ വെച്ചുകൊണ്ട് വടി ചാത്തനോ കുഞ്ഞായിട്ടിരിക്കുന്ന കൃഷ്ണൻ കുട്ടിച്ചാത്തനോ ഒന്നുമല്ല. ഈ അഷ്ടഭൈരവന്മാർ ഓരോ രീതിയിൽ നടക്കുമ്പോൾ ഇവരെല്ലാം പിടിച്ച് ചാത്തനാക്കുകയൊന്നും ചെയ്യണ്ട. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പുതിയ തലമുറ പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചമ്മട്ടി കയറിയിരിക്കുന്ന കൃഷ്ണനും അതുപോലെ തന്നെ ഈ അഷ്ടഭൈരവന്മാരും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ കയ്യിൽ വടിയിരിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ ചാത്തനും ഇവരാരും ചാത്തന്മാരൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പം ഈ സമ്പ്രദായം എങ്ങനെയൊക്കെയാണ് കടന്നു പോയതെന്നുള്ളതും
നമുക്ക് പഠിക്കാൻ പറ്റും. പുതിയ തലമുറകൾ അത് പഠിക്കണം. അപ്പം ഈ ആര്യ ദ്രാവിഡന്മാരുടെ വരവാണ് ഇത് രണ്ടും രണ്ടാണെന്നുള്ളത് ഒക്കെ. ആര്യന്മാർ കുറച്ച് ഉയർന്നതാണെന്നും ദ്രാവിഡന്മാർ കുറച്ച് കുറഞ്ഞതാണെന്നും ദ്രാവിഡന്മാർ കുറച്ച് കൂടിയതാണെന്നും ആര്യന്മാർ കുറച്ച് കുറഞ്ഞതാണെന്നും ഒക്കെയുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. ഈ വിഷയങ്ങൾ പഠിച്ച് പുതിയ പുതിയ പഠനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പം ആ പുതിയ കുട്ടികൾക്ക്, പുതിയ സാധനാ ജിജ്ഞാസുക്കൾക്ക് ഈ നമ്മുടെ നാട്ടിലെ ഫോക്ലോറുകളും അതുപോലെ തന്നെ ഈ താന്ത്രിക കൾട്ടുകളും ഒക്കെ ആയിട്ട് കൂട്ടി യോജിപ്പിച്ച് പഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങൾ കഴിഞ്ഞ ഒരു 10-100 വർഷങ്ങൾക്കിടയിൽ നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആധ്യാത്മിക ഇൻഫർമേഷൻ അപ്പുറമായിട്ട് ഇതിൻ്റെ ശരിയായിട്ടുള്ള നമ്മുടെ ഫോക്ലോറുകളുടെയും നമ്മളുടെ ആദിമാർഗത്തിൻ്റെയും നമ്മുടെ ദേശങ്ങളിൽ നിലനിന്നിരുന്ന ആദിമാർഗത്തിൻ്റെയും അതിലേക്ക് തന്ത്രസമ്പ്രദായത്തിൻ്റെ ഇൻഫ്ലുവൻസ് വന്നതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീരശൈവിസം എന്ന് പറയുന്ന ഒരു ശൈവ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അത് ലിംഗായത്ത് എന്ന് പറഞ്ഞിട്ട് കർണാടകയിലൊക്കെ വളരെ പ്രശസ്തമാണ് ലിംഗായത്തുകൾ. അപ്പം ലിംഗായത്ത് ശൈവിസം അല്ലെങ്കിൽ വീരശൈവിസം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.